സ്പെഷ്യൽ ബീൻസ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ബീൻസൊക്കെ നന്നാക്കി എടുക്കാം. വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്ന ബീൻസൊക്കെ നമുക്ക് ഇതുപോലെ ചെറിയ നീളത്തിന് അരിഞ്ഞെടുക്കാം. ബീൻസൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു സവാളയും കൂടി അരിഞ്ഞെടുക്കാം. രണ്ട് മൂന്ന് പച്ചമുളകും നീളത്തിൽ കീറിയെടുക്കണം. തേങ്ങാക്കൊത്ത് അരിഞ്ഞെടുക്കാം. നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്ത്, സവാള ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി അങ്ങ് ഇട്ട് കൊടുത്തേക്കാം. ഇനി ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അര ടീസ്പൂണ് ഉപ്പുപൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത് ഒരുവിധം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം. മെഴുക്കുവരട്ടി നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ബീൻസിന് ഇച്ചിരി വേവ് കൂടുതലുണ്ട്, വലിയ കഷ്ണങ്ങളാണല്ലോ, അതുകൊണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം ഗരം മസാല ഇട്ട് കൊടുക്കാം. നമ്മുടെ അടിപൊളി ബീൻസ് മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.